മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഹോട്ട് സീറ്റിൽ ഇന്ന് ആര്യൻ കത്തൂരിയ. ഹായ് ഹലോ ആര്യൻ. ക്യൂട്ട്നസ് വാരി വിതറിയാൽ കേരളത്തിലെ പെൺകുട്ടികൾ വീഴുമെന്നൊരു ചിന്തയുണ്ടോ? ചിന്തയൊന്നുമില്ല, വീടുവാണെങ്കിൽ വീഴട്ടെ, അത് അവരുടെ ഇഷ്ടം. ആണോ? ഭയങ്കര തുടക്കത്തിൽ തന്നെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആണല്ലോ. ഇല്ല, ഞാനാണോ ഇന്റർവ്യൂ? വേണമെങ്കിൽ ഇരിക്കാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ, അങ്ങനെ ഇരിക്കാം, പ്രശ്നമൊന്നുമില്ല എനിക്ക്. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ആക്ച്വലി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ സമ്മതിച്ചു? നിങ്ങളൊരു ബോൺ ആക്ടർ അല്ല. ബോൺ ആക്ടർ ആയിരിക്കും, അറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വിശ്വാസം. ഒരു മിനിറ്റ്, നിങ്ങൾ ജനിച്ചപ്പോ ബോൺ സ്റ്റുഡന്റ് ആയിരുന്നു അല്ലല്ലോ? പക്ഷെ സ്കൂളിൽ പോയല്ലോ. നിങ്ങളൊരു മലയാളിയാണോ? ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ നാച്ചുറൽ ആക്ടേഴ്സിനൊക്കെ നിങ്ങൾക്ക് അറിയാലോ. നാച്ചുറൽ ആക്ടേഴ്സും അൺനാച്ചുറൽ ആക്ടേഴ്സും അങ്ങനെ ഒന്നും ഇല്ല. എങ്കിൽ മലയാളിയായിട്ട് നിങ്ങളോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിക്കണ്ട, മലയാളിയായിട്ട് ചോദിക്കണ്ട, ഒരു ഇന്ത്യൻ ആയിട്ട് ചോദിച്ചാൽ മതി. അല്ല, നിങ്ങൾ കേരളീയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇന്ത്യയിലല്ലേ മലയാളി ജീവിക്കുന്നത്? പക്ഷെ നിങ്ങൾ എന്തിനാ മലയാളി, സൗത്ത് ഇന്ത്യൻ, തമിഴി, തങ്ങളി, ബീഹാരി, ബംഗാളി പറയേണ്ട ആവശ്യമില്ല. എന്താ യൂണിറ്റി ഡൈവേഴ്സിറ്റി ആണ്, നമ്മൾ അങ്ങനെ പറഞ്ഞേ പറ്റൂ. അപ്പൊ മലയാളി ഉണ്ട്, എല്ലാവരും ഉണ്ട്, മനസ്സിലായോ? അത് അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ. പറയായിരുന്നു, പക്ഷെ നിങ്ങൾ പറഞ്ഞ ഒരു ആര്യൻ ഇന്ത്യനേക്കാൾ കൂടുതൽ ഞാനൊരു മലയാളിയാണ്, നിങ്ങളുടെ മലയാളി. അപ്പൊ നിങ്ങൾ മലയാളി എന്ന് പറഞ്ഞാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നത്? ഒരു മാറ്റവും ഇല്ലല്ലോ. 1 കിലോ അരിക്ക് എന്താണ് വില? ഏതാ റൈസ്? 5 വെറൈറ്റി ഉണ്ട്. ബാസ്മതി ഉണ്ട്, ഇതുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ബാസ്മതി അല്ല, നമുക്ക് ഇവിടെ ഉള്ളത് ചാക്കരി, കുത്തരി അങ്ങനെയൊക്കെ പറയുന്നത്. ഇല്ല, ഇവിടെ ബാസ്മതി ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, കാസർഗോഡില് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ ബീഫിന് എത്ര വില അറിയോ? നിങ്ങൾ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നു ലിവിംഗ് ടുഗദർ കൊള്ളാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ലിവിംഗ് ടുഗദർ നല്ലതാണ്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 3 മാസം ഒരു പെൺകുട്ടിയെ കൂട്ടത്തിൽ താമസിപ്പിച്ച് നോക്കണം എന്നൊക്കെ പറഞ്ഞു. ഇതെന്താ വല്ല വണ്ടി? ഫിയാൻസി ആണെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ. ഫിയാൻസി ആണെങ്കിൽ വിവാഹം, മാരേജ് കഴിഞ്ഞിട്ടില്ലോ. അല്ല, ഇതെന്നാ ട്രെയിനിങ്? ഞാൻ ചോദിക്കട്ടെ, ഒരു ജോലിക്ക് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ട്രെയിനിങ് ഉണ്ട്, ഒരു മാസം ട്രെയിനിങ്. എവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലിവിംഗ് ടുഗദർ ലീഗൽ ആണ്? ലിവിംഗ് ടുഗദർ ലീഗൽ. ഓക്കെ, ലിവിംഗ് ടുഗദർ ലീഗൽ ആണെങ്കിൽ എനിക്കറിയാം. വെളിച്ചെണ്ണ എന്താ പ്രൈസ്, റൈസിന് എന്താ പ്രൈസ്, പക്ഷെ ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഈ കാര്യം നിങ്ങൾക്ക് അറിയില്ല. നമ്മൾ ഈ നാണം കെടുത്തല്ലോ. ഇതൊക്കെ ഒരു അഭിനയമല്ലേ? ഡാൻസർ പോലെ. ആരാന്ന് നിങ്ങളുടെ വിചാരം? എന്റെ വിചാരം ഞാൻ ആര്യനാണ്. നിങ്ങൾ കുറച്ച് ബുക്സ് ഒക്കെ വായിക്കുമായിരുന്നു. ഏത് ബുക്സ് വായിക്കണ്ടേ? നിങ്ങൾ 5 ബുക്കിന്റെ പേര് പറയാം. അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഹോട്ട് സീറ്റിൽ വെൽക്കം. ക്വസ്റ്റ്യനോ ക്വസ്റ്റ്യൻ ആൻസർ വേണ്ടേ നിങ്ങൾക്ക്? നിങ്ങൾ ഇന്നേ വരെ ഞാൻ ആൻസർ വേണോ ഇല്ലേ? ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉത്തരം വേണോ? ക്വസ്റ്റ്യൻ ചോദിച്ചു അപ്പൊ സമയം തരൂ. ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളൂ. ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾ ക്വസ്റ്റ്യൻ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നല്ലോ മൊത്തം കേട്ടു, അതുകൊണ്ട് ഞാൻ സമയം അങ്ങനെയാണോ നിങ്ങള്? ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായിട്ട്. ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് അബ്സോർഡ്, ടോട്ടലി അബ്സോർഡ് ആണ്. ഇത് ഹ്യൂമിലിയേഷൻ ആണ്. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു, എന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പറഞ്ഞു, ഈ ഹോട്ട് സീറ്റ് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. ഒരു മിനിറ്റ് അപ്പോസ് എടുത്തിട്ട് പോ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ.